എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ട് എല്ലാവർക്കും തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു പേട എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു സമയത്ത് നമുക്ക് പുറത്ത് പോയിട്ടൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ അധികം സ്വീറ്റ്സ് ഒന്നും അങ്ങനെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ സിമ്പിളായിട്ടുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അവർക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോറടി വരില്ലല്ലോ. ഒന്നും കഴിക്കാണ്ടൊക്കെ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാണ്ടിരിക്കുമ്പോൾ അവർക്ക് സങ്കടമാവില്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. അപ്പോൾ സിമ്പിളായ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു 5 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പേടയ്ക്ക് വേണ്ടത് 2 കളറിലുള്ള ബിസ്ക്കറ്റാണ്. ഒന്ന് ഞാനിങ്ങനെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബോർബോൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം, ഓറിയോ ബിസ്ക്കറ്റ് ഏതായാലും മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഈ ഒരു കളറിൽ, മറ്റേ കളറിലുള്ള, ഞാനിപ്പോൾ എടുത്തത് ഹോർലിക്സ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഏതാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റും കൂടെ എടുക്കാം. രണ്ടും ഏകദേശം ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പുറത്തോട്ട് എടുത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. സ്മൂത്തായിട്ട് പൊടിക്കണം കേട്ടോ. അതുപോലെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് നട്ട്സ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ കാഷ്നട്ടും ബദാമും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതും മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതുപോലെ സ്മൂത്തായിട്ട് പൊടിച്ചില്ലെങ്കിൽ നമുക്ക് അരിക്കേണ്ടി വരും. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി മറ്റേതും കൂടെ പൊടിക്കാം. ഇനി ഞാൻ ഇതൊന്ന് മിക്സ് ആക്കാനായിട്ട്, ഒന്ന് കുഴയ്ക്കാനായിട്ട് കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര പാലൊന്നും വേണ്ട, ലേശം മതി. മൊത്തത്തിലൊരു 1/4 ഗ്ലാസ് മതിയാവും. കുറേശ്ശെ സ്പൂണിലൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് വെള്ളം കൂടും. അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുറേശ്ശെ ചേർത്ത് കുഴച്ചെടുക്കുക കേട്ടോ. ഒരു ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേ രീതിക്ക്. കയ്യിലിങ്ങനെ ഒട്ടി പിടിക്കുന്ന പോലെ ഉണ്ടാവും, എന്നാലും കുറച്ച് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വരും. നട്ട്സ് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ നിന്ന് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ഓയിലൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു ഓയിലിൻ്റെ ഒരു ഇതിങ്ങനെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു പാകം. ഞാനിതിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട്. നമുക്ക് ബോൾസ് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. എന്നിട്ട് മറ്റേ പൊടിയും ഇതേപോലെ തന്നെ കുഴയ്ക്കാം. ഇതിൻ്റെ നന്നായിട്ട് ഇങ്ങനെ ഓയിൽ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മറ്റേതിൽ നിന്ന് ഒരു ചെറിയ ബോൾ എടുക്കാം, പിന്നെ ഇതിൽ നിന്നും ഒരു ബോൾ എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കുക. 2 ബോളുകൾ നന്നായിട്ട് സ്മൂത്താക്കി എടുത്ത ശേഷം രണ്ടും കൂടിയിട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് അതും ഒന്ന് സ്മൂത്താക്കി എടുക്കുക. അത്രയ്ക്കേ ഉള്ളൂ പരിപാടി. ചെറുതായിട്ടൊന്ന് ഞാനിങ്ങനെ ഒരു ചതുരത്തിൽ പോലെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലഡു പോലെ ബോളാക്കി എടുത്താലും മതി. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു പേടയാണിത്. നട്ട്സ് വേണമെങ്കിൽ കൂടുതൽ ഇതിൻ്റെ മുകളിലൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ ഇത് നമുക്ക് വേണമെങ്കിൽ ബിസ്ക്കറ്റൊക്കെ ഇടയ്ക്ക് തണുത്ത് പോകുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ്സൊക്കെ നഷ്ടപ്പെടുമ്പോൾ, അപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ ബോക്സിലൊക്കെ മര്യാദയ്ക്ക് അടച്ച് വയ്ക്കാണ്ടൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോഴൊക്കെ ഇതുപോലെ ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ എല്ലാവരും കഴിക്കും, നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്യാൻ എനിക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നലെ ഇതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടെന്നുള്ള ഒരു അഭിപ്രായവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ ആ ഒരു വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക.
അപ്പോൾ നമ്മുടെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ എല്ലാവരും കണ്ടു നോക്കുക കേട്ടോ, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനിയിപ്പോൾ നാളെ മറ്റൊരു നല്ല ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്